എല്ലാവർക്കും മെമ്മറി കാസ്കറ്റിലേക്ക് സ്വാഗതം. ഞാൻ സുഭാഷ് സുകുമാർ ടീച്ചർ. മെമ്മറി കാസ്കറ്റ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് സ്റ്റുഡൻസ് എംപവർമെന്റ് പ്രോഗ്രാമുകളാണ്. അതിന്റെ ഭാഗമായി നടത്തിവരുന്ന മാത്സ് മാജിക് അക്കാദമി ആൻഡ് ഡ്രീം മാട്രിക്സിലെ മെമ്മറി പവർ എങ്ങനെയാണ് നമ്മളുടെ ബ്രെയിനിൽ നമുക്ക് മെമ്മറി പവർ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി പവർ എങ്ങനെയാണ് ഉയർത്താൻ കഴിയുക, അതിന് നിരവധി ഐഡിയാസ് അല്ലെങ്കിൽ നിരവധി വഴികളുണ്ട്. നമ്മളുടെ മെമ്മറി പവർ കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 100 വാക്കുകൾ ഓർമ്മിച്ച് വെക്കുകയും 100 വാക്കുകൾ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്നതെന്നുള്ളൊരു സ്പേസ്, നമ്മുടെ ബ്രെയിനിൽ ഒരു സ്പേസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിരവധി വഴികളുണ്ട്. അതിലൊരു വഴിയാണ് നമ്മളുടെ ഈ വീഡിയോസിൽ പങ്കുവയ്ക്കുന്നത്. ഇവിടെ നമ്മളുടെ ബ്രെയിനകത്ത് 100 ഫ്രെയിമുകൾ തയ്യാറാക്കുകയാണ്. ആ 100 ഫ്രെയിമുകൾ നമ്മൾ പഠിച്ചെടുക്കുന്നതിലൂടെ ഏത് രീതിയിലുള്ള ഓർഡർ തെറ്റിച്ച് നമ്മളടുത്ത് ചോദിക്കുന്ന, നമ്മളടുത്ത് പറയുന്ന വാക്കുകളും നമുക്ക് കൃത്യമായ ഓർഡറിൽ ഓർമ്മിച്ച് പറയാൻ കഴിയും എന്നുള്ളതാണ്. അത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, നമ്മളുടെ ഏതെങ്കിലും പ്രോഗ്രാംസിന് എൻ്റർടൈൻമെൻറ്റിനുള്ള കാര്യങ്ങളായിക്കോട്ടെ, മറ്റു ഏതെങ്കിലും പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടെ പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതിനെ ഓർഡറിൽ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ കഴിയുന്ന ഒരു വിദ്യയാണ്, ഒരു ട്രിക്കാണ്, ഒരു ഐഡിയാസാണ് നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് പോവാം. ഇതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു 20 ഫ്രെയിമുകൾ പഠിക്കുക എന്നുള്ളതാണ്. 20 ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ ആ 20 ഫ്രെയിം പഠിച്ചതിന് ശേഷം നമുക്ക് എങ്ങനെ മറ്റ് 20 വാക്കുകൾ ഈ ഫ്രെയിമുമായി കണക്ട് ചെയ്ത് ഓർമ്മിച്ച് വയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ 20 റൈമിംഗ് വാക്കുകൾ റൈമിംഗ് വാക്കുകളിലൂടെ കോഡുകൾ ഓർമ്മിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ 1 എന്ന് പറയുന്നത് സൺ. 1 എന്ന് പറഞ്ഞാൽ സൺ. ആ നമ്മളുടെ 20 വരെയുള്ള സംഖ്യകൾ, ആ സംഖ്യയുടെ ലെറ്റേഴ്സിന് സമാനമായിട്ടുള്ള വാക്കുകളായിരിക്കും നമ്മൾ അതിൻ്റെ കോഡുകളായിട്ട് പഠിക്കുന്നത്. നമുക്ക് നോക്കാം. 1 എന്ന് പറയുമ്പോൾ സൺ, 1 സൺ. അപ്പോൾ നമ്മൾ 1 എന്ന് ഓർമ്മ വരുമ്പോൾ അത് സൺ എന്ന് നമ്മൾ ആ ഒന്നിന് നമ്മളൊരു ചിത്രം കൊടുക്കേണ്ടത് എന്താണ്? സണ്ണാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ 1 സണ്ണാണ്. 2 എന്ന് പറയുന്നത് ഷൂ, 2 ഷൂ. അതുപോലെ തന്നെ 3 എന്ന് പറയുന്നത് ട്രീ ആണ്, വൃക്ഷം, മരമാണ്. അതുപോലെ തന്നെ 4 എന്ന് പറയുന്നത് ഡോർ, 4 ഡോർ. അതുപോലെ 5 എന്ന് പറയുന്നത് ഹൈവ്, തേനീച്ചക്കൂടാണ്, ഹൈവ്. അതുപോലെ 6 എന്ന് പറയുന്നത് വിക്സ്, നമ്മുടെ വിക്സ് മിഠായില്ലേ, വിക്സ്. 7 എന്ന് പറയുന്നത് ഹെവൻ ആണ്. ഹെവൻ എന്ന് പറയുന്നത് സ്വർഗം അല്ലെങ്കിൽ ആകാശം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്, ഹെവൻ. അതുപോലെ തന്നെ 8 എന്ന് പറയുന്നത് പ്ലേറ്റ്. 9 എന്ന് പറയുന്നത് വൈൻ, 9 വൈൻ. 10 എന്ന് പറയുന്നത് ഹെൻ, 10 ഹെൻ. 11 ലെമൺ, 11 ലെമൺ. 12 ഷെൽവ്. ഷെൽവ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ പുസ്തകങ്ങളൊക്കെ വെക്കുന്ന ഷെൽഫിനെയാണ് ഷെൽവ് എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 12 ഷെൽവ്, 12 ഷെൽവ്. 13 കർട്ടൻ, 13 കർട്ടൻ. ഇത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. 14 കോർട്ട് സീൻ, 14 കോർട്ട് സീൻ. അതായത് നമ്മളുടെ കോടതിയുടെ ഒരു സീൻ നമ്മുടെ മനസ്സിൽ കാണുക. അടുത്ത 15 എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിംഗ്, ഉയർത്തുക, ലിഫ്റ്റിംഗ്, 15 ലിഫ്റ്റിംഗ്. 16 സ്വീറ്റ് ബീൻ, സ്വീറ്റ് ബീൻ എന്ന് പറഞ്ഞാൽ മധുരമുള്ള പയർന്നാണ്. ആ മധുരമുള്ള പയറിനെ നമ്മുടെ മനസ്സിൽ കാണുക. 16 സ്വീറ്റ് ബീൻ, 16 സ്വീറ്റ് ബീൻ. 17 7 ക്യൂൺ, അതായത് 7 രാജകുമാരികൾ, 7 ക്യൂൺ.
18 attacking, 18 attacking, 19 winding, നമ്മുടെ പുസ്തകങ്ങളൊക്കെ വൈൻഡ് ചെയ്യുന്ന വൈൻഡിങ്, 20 ആൻറ്റി, 20 ആൻറ്റി. അപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്കൊരിക്കൽ കൂടി പറയാം. 1 സൺ, 2 ഷൂ, 3 ട്രീ, 4 ഡോർ, 5 ഹൈവ്, 6 wigs, 7 heaven, 8 plate, 9 wine, 10 hen, 11 lemon, 12 shelve, 13 curtain, 14 court scene, 16 sweet bean, 17 seven queen, 18 attacking, 19 winding, 20 ആൻറ്റി. ഈ 20 വാക്കുകൾ നമ്മളുടെ ഫ്രെയിമിലേക്ക് വയ്ക്കുക, അത് പഠിച്ചെടുക്കുക. അടുത്ത വീഡിയോസ് ഈ കോഡുകൾ വെച്ച് എങ്ങനെ നമുക്ക് മറ്റുള്ള വാക്കുകൾ ഓർമ്മയിൽ സൂക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം.